സൃഷ്ടാവിൻ്റെ അടിമയാവുക എന്നത് മനുഷ്യരാശിക്ക് അനുഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഹൃദ്യമായ ആത്മീയാനന്ദമാണ്. ആ ആത്മീയാനന്ദ ലബ്ധിയിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള വഴി വിശദീകരിക്കുന്ന ലേഖനം. റിസാല അപ്ഡേറ്റ്. ഉബൂദിയ്യത്തിൻ്റെ സൗന്ദര്യം മിൻഹാജുൽ ആബിദീൻ മുൻനിർത്തിയുള്ള വായന. ലേഖനം റഷീദ് അലി കോട്ടാപ്പാടം എഴുതുന്നു. സൃഷ്ടാവിൻ്റെ കൽപ്പനയ്ക്കനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തലും സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി നിർമാർഗത്തിൽ സഞ്ചരിക്കേണ്ടതും മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. ഈ സുന്ദരമായ പ്രപഞ്ചത്തെ രൂപകൽപ്പന ചെയ്ത സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ നിരീക്ഷണ പരീക്ഷണങ്ങൾ, യുക്തി എന്നീ ജ്ഞാനമാർഗങ്ങൾ കൊണ്ട് കഴിയും. എന്നിരുന്നാൽ പോലും ആരാധനയുടെ മാധുര്യവും കീഴടങ്ങലിൻ്റെ സൗരഭ്യവും ആസ്വദിക്കണമെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മിക വശം കൂടി സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിക ദർശനത്തിൽ അത്യുന്നത സ്ഥാനമാണ് അടിമയാവുക, ഉബൂദിയ്യത്ത്. പുതിയ കാലത്ത് ഈ വാക്ക് ബോധപൂർവമായ മാർഗങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ആധുനിക ലിബറൽ ആശയങ്ങളുടെ ആധാരശിലയായ ശാരീരിക സ്വയംഭരണം, ബോഡിലി അറ്റോണമി, ഇതിൻ്റെ മറുവശത്ത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. ഓരോ മനുഷ്യരിലും അന്തർലീനമായ ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തെ അത് വേരൂന്നുന്നതിന് മുന്നേ പറിച്ചു മാറ്റുന്ന പ്രക്രിയയാണിത്. അങ്ങനെ ഓരോ വ്യക്തിയിലും താൻ സ്വതന്ത്രനാണെന്ന വ്യാജബോധമുണ്ടാക്കുകയാണ് ആധുനിക മൂല്യങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് സാമ്രാജ്യത്വ മുതലാളിത്വത്തിൻ്റെ അദൃശ്യ തടവറകളിൽ മനുഷ്യനെ തളച്ചിടുകയാണ് ലക്ഷ്യം. താൻ ദൈവത്തിൻ്റെ സൃഷ്ടികളാൽ തടവുകാരനാക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് മനുഷ്യന് നഷ്ടപ്പെടുകയാണിവിടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ഇസ്രാ മിഅ്റാജ് സംഭവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഖുർആൻ പ്രയോഗിച്ചത് തൻ്റെ അടിമയെ രാത്രി പ്രയാണം ചെയ്യിപ്പിച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായി കീഴടങ്ങുന്ന അടിമ എന്ന പദവിയിലെത്തുക എന്നത് വലിയ സൗഭാഗ്യമാണ്. ഇമാം അബൂ ഹാമിദുൽ അസ്സാലി റളിയല്ലാഹു അൻഹു തൻ്റെ വിഖ്യാത ഗ്രന്ഥമായ മിൻഹാജുൽ ആബിദീൻ, ആരാധകരുടെ രാജമാർഗം എന്ന ഗ്രന്ഥത്തിലൂടെ ഈ അത്യുന്നതമായ അടിമബോധം കൈവരിക്കാനുള്ള ആത്മീയ ഘട്ടങ്ങളെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. സൃഷ്ടാവിൻ്റെ യഥാർത്ഥ അടിമയാകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് മുന്നിലുള്ള കടമ്പകളെ ഇമാം കൃത്യമായി തരംതിരിക്കുന്നുണ്ട്. 1. വിജ്ഞാനവും തിരിച്ചറിവും, ഇൽമ്. ദൈനംദിന ജീവിതം സുഖലോലുപതകളിൽ മതിച്ച് ജീവിക്കുന്നതിന് പകരമായി ഏകനായ ഇലാഹ് കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. 2. പ്രായശ്ചിത്തം, തൗബ. കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ കുറ്റങ്ങളിൽ നിന്ന് പരിപൂർണമായി മടങ്ങുക. സൃഷ്ടികളോട് ചെയ്ത തെറ്റാണെങ്കിൽ അവരുടെ ബാധ്യതകൾ നിശ്ശേഷം തീർക്കുക. 3. പ്രതിസന്ധികളിൽ അവായിദ്. ദുന്യാവ്, സൃഷ്ടികൾ, പിശാച്, നഫ്സ്, ഇച്ഛകൾ എന്നിവയാണ് പ്രതിസന്ധികളും തടസ്സങ്ങളുമായി ഇമാം ചൂണ്ടിക്കാണിക്കുന്നത്. ആധുനിക ലിബറലിസ്റ്റ് ആശയങ്ങൾ മനസ്സിനെ കീഴ്പ്പെടുത്താൻ വരുന്നത് ഇവിടെയാണ്. ഇതുകൊണ്ടാണ് നഫ്സിൻ്റെ ഇച്ഛകളെ പരാജയപ്പെടുത്തുന്നത് ജിഹാദുൽ അക്ബർ, വലിയ പോരാട്ടമായി ഇസ്ലാം കാണുന്നത്. 4. ആത്മീയ തടസ്സങ്ങൾ, അവാര്യൽ, റിസ്ക്, ഉപജീവനം, ആശങ്കകൾ, പരീക്ഷണങ്ങൾ, മുസീബത്ത് എന്നിവയാണവ. ഇവയെ തവക്കുൽ, ഭരമേൽപ്പിക്കൽ, ക്ഷമ, തൃപ്തി, റിള എന്നിവയിലൂടെ മറികടക്കാമെന്ന് ഇമാം പഠിപ്പിക്കുന്നു. 5. ആത്മീയ അലസത, ബവായിസ്. ആരാധനകളിലുണ്ടാകുന്ന മടിയെ മാറ്റാൻ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിലുള്ള വലിയ പ്രതീക്ഷയും റജാ, ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും, ഖൗഫ് ഒരേ സമയം അടിമ നെഞ്ചിലേറ്റണം.
6. ആത്മീയ വിപത്തുകൾ. ഖവാദി ആരാധനകളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നുവരുന്ന ലോകമാന്യത, റിയാ, സ്വയംഭ്രമം, ഉജ്ബ് എന്നിവയാണവ. ഇതിനെ ഇഖ്ലാസ്, നിഷ്കളങ്കത കൊണ്ട് മാത്രമേ നേരിടാനാകൂ. 7. കൃതജ്ഞത, ഹംദ്. ഇപ്പറഞ്ഞ എല്ലാ കടമ്പകളും കടന്നു കഴിയുമ്പോൾ അടിമയും റബ്ബും തമ്മിൽ അഭേദ്യമായ ബന്ധം രൂപപ്പെടുകയും അവൻ പൂർണ്ണമായ നന്ദിയുള്ളവനായി മാറുകയും ചെയ്യുന്നു. അല്ലാഹു ഇമാമിനെ ഇൽഹാമായി, ബോധനമായി നൽകിയ അറിവുകളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇക്കാര്യം ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പൈശാചികതയിൽ വരിഞ്ഞു മുറുക്കിയ ഈ ലോകത്തു നിന്ന് സ്വന്തത്തെക്കുറിച്ചും തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ചിന്തിക്കാനും അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമയാകാനും അതിലൂടെ ആത്മീയ ആനന്ദം കണ്ടെത്താനും ഈ ഗ്രന്ഥം അസാമാന്യമായ വഴിവിളക്കാവുന്നു.